കോടതിയിൽ വിശ്വാസമുണ്ട്. പോലീസ് നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി വാദത്തിനു വേണ്ടി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ അത് ഡിസംബർ 22 മാറ്റിയിരിക്കുകയാണ്. സ്വാഭാവികമായും പോലീസിന്റെ അധികാരി എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ കലാപാഹ്വാനം ഈ നാട്ടിലെ കൊച്ചുകുഞ്ഞുങ്ങൾ വരെ കേട്ടതാണ്. അദ്ദേഹം കണ്ണൂർ പഴയങ്ങാടിയിൽ നടന്ന അതിക്രൂരമായിട്ടുള്ള അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വെള്ളപൂശുകയും ചെയ്ത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, അതിന് തുടരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം മുഴുവൻ നവകേരള സദസ്സിൽ അതിക്രമങ്ങൾ ഉണ്ടായത്. സ്വാഭാവികമായും കറുത്ത കൊടി കൊണ്ട് പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാരെ ഇതുപോലെ ആക്രമിച്ച ഒരു ഭരണവർഗത്തിന്റെ ഒരു കാലഘട്ടം കേരളത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രിക്ക് കറുത്ത കൊടിയെയും കറുപ്പിനെയും ഭയമായതുകൊണ്ടും സർക്കാരിനെതിരായി ആരും പ്രതിഷേധം ഉയർത്തണ്ട എന്നുള്ളതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ എല്ലാ അനുഗ്രഹ ആശംസകളോടും കൂടി ഡിവൈഎഫ്ഐയും സിപിഎമ്മും സിഐടിയും ഒക്കെ നടത്തിയ ക്രൂരമായ അക്രമങ്ങൾ ഇന്ന് കോടതിയിൽ പോലും അത് ന്യായീകരിക്കാൻ പോലീസിനെ കൊണ്ട് റിപ്പോർട്ട് കൊടുപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ എത്ര ഭയാനകമാണ് കേരളം. കേരളം മുഴുവൻ ഇതെല്ലാവരും കണ്ടവരാണ്. മുഖ്യമന്ത്രിയുടെ കലാപാഹ്വാനം ഒരു പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം അദ്ദേഹം അത് ആവർത്തിച്ചതാണ്. കഴിഞ്ഞ നിയമസഭ കൂടുന്ന സമയത്തും അദ്ദേഹം ഇത് ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഈ അക്രമങ്ങൾ മുഴുവൻ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് ഇന്ന് പോലീസ് ജീവൻ രക്ഷാ പ്രവർത്തകരായി, മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തകരായി ഇന്ന് പോലീസ് മാറുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കോടതിയിൽ ഞങ്ങളത് വാദിക്കും, കോടതിയിൽ അത് ചോദ്യം ചെയ്യും. തീർച്ചയായും കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണമായിട്ടുള്ള നടപടി ഉണ്ടാകും, വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയെ കലാപാഹ്വാനത്തിന് കേസെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഡോക്യുമെന്റുകളും കാര്യങ്ങളെല്ലാം കോടതിക്ക് മുമ്പിൽ ഞങ്ങൾ അഭിഭാഷകർ മുഖേന ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്.